Hello friends, Food4 People പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കളർഫുൾ പൊറോട്ടയാണ്. മഴവിൽ പൊറോട്ട എന്ന് അറിയപ്പെടും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ല. ഈ വീഡിയോ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെ വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ കളർഫുൾ ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ക്യാരറ്റ്, അതുപോലെ തന്നെ പഴുത്ത തക്കാളി പക്ഷേ റെഡ് കിട്ടും തോന്നിയില്ല, ഒരു പിങ്ക് എങ്കിലും ഇതിൽ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ വയലറ്റ് കളറിന് വേണ്ടി നമ്മൾ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ച കളറിന് വേണ്ടി മിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് തക്കാളിൻ്റെ ഉള്ളിലുള്ള ആ കുരു അതെല്ലാം കളഞ്ഞ് നമ്മൾ തൊലിയോടെ ചേർന്നുള്ള ആ ഭാഗങ്ങൾ മാത്രമേ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാൻ പോകുന്നുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു അടിപൊളി കളർ കിട്ടുള്ളൂ. ഈ കുരുവൊക്കെ ചേർന്നതിന് കളർ ഡിമ്മാവും, നല്ല കളർഫുള്ളായിരിക്കും. നമ്മുടെ പച്ചക്കറിയെല്ലാം നമ്മൾ ജ്യൂസ് നന്നായി പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൈദ മാവൊന്ന് കൊട്ടിയിട്ട് കുഴച്ചെടുക്കാം. മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വളരെ കുറച്ച് ഉപ്പും നമുക്കിതിലേക്കിടാം. ഞാൻ പച്ചെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് വയലറ്റ് എടുക്കാം. ഓക്കെ, സെറ്റ്. ഞാൻ പച്ച എടുത്ത് ഞാൻ വയലറ്റ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പച്ച മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്താലേ പൊറോട്ടയ്ക്ക് ഒരു അടിപൊളി സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലും പാലൊഴിക്കാം. അപ്പോൾ മാവ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഓയിൽ ഒഴിക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സെറ്റാക്കതിൽ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കുഴച്ച വയലറ്റ് കളറും പുതിനൻ്റെ പച്ച കളറും. ഇനി നമുക്ക് അടുത്ത കളർ കുഴക്കാം.
അപ്പോൾ മാവ് സെറ്റായിട്ടുണ്ട്, നമുക്ക് ഓയിൽ വയ്ക്കാം. ഓക്കെ സാർ. അടുത്ത നമുക്ക് മഞ്ഞ കളറിൽ പൊറോട്ട ഉണ്ടാക്കാം. അപ്പം മഞ്ഞപ്പൊടി എടുത്തിരിക്കുന്നത് ഒരല്പം ഇട്ടാൽ മതി, ഒരുപാട് ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മഞ്ഞ കളറും അതുപോലെ സാധാ വൈറ്റ് പൊറോട്ട ഉണ്ടാക്കുന്നത്. സാധാ പൊറോട്ട നോർമൽ. അപ്പോൾ നമ്മൾ നോർമൽ പൊറോട്ടയിൽ എടുത്തിട്ട് പാലും അല്പം ഉപ്പും പഞ്ചസാരയും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അരക്കിലോൻ്റെ മാവാണ് ഒരു ബോളാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ 4 ആക്കാം. ചെറുതായി മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോൾ പിടിക്കാം. നമ്മൾ റൗണ്ട് പിടിച്ച് വെച്ച മാവ് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഓയിലൊന്ന് ഫുള്ളായി പുരട്ടാനുണ്ട്. നമ്മൾ ഓയിൽ താഴെ പിടിച്ചിട്ട് ഇനി നമുക്ക് പൊറോട്ട അടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ചപ്പാത്തിൻ്റെ അളവിലൊന്നും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലൊക്കെ ഒന്ന് ഓയിൽ ഇങ്ങനെ തേക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ഓയിലൊന്ന് തേച്ചിട്ട് നമുക്ക് പൊറോട്ട അടിക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് ഒന്നല്ല അടിച്ചു വെച്ചിരിക്കുന്നത്, ഏകദേശം ലെവലിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ചുരുട്ടാം. ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാം. നമുക്കിത് കൈ കൊണ്ടും സിമ്പിളായിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കൈ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ല സിമ്പിളായിരിക്കും. അപ്പോൾ പൊറോട്ട നമ്മൾ പരത്തിയിട്ടുണ്ട്, നമുക്ക് ചുട്ടെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ഇതിൽ വന്നിട്ട് ഇത് ക്യാരറ്റ്, ഇത് തക്കാളി, ബീട്രൂട്ട്, അതുപോലെ ഇത് മഞ്ഞപ്പൊടിയിൽ ഉണ്ടാക്കിയത്, ഇത് വന്നിട്ട് പച്ച പുതിന. അപ്പോൾ ഇതിലെല്ലാത്തിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം അല്ലേ സുലാ? പുതിന ആദ്യം എടുക്കാലോ. തക്കാളി അപ്പോൾ തക്കാളി ഒരു ചെറിയൊരു പുളിപ്പുണ്ട് തക്കാളിൻ്റെ ഇത് കറക്റ്റ് പുതിനേൻ്റെ ഫ്ലേവർ ഉണ്ട്. അതേ മണവും പുതിനേൻ്റെ അതേ ടേസ്റ്റ്. ഞാൻ ക്യാരറ്റ് അടുത്ത് നമ്മുടെ മഞ്ഞളുടെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു മധുരമുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഫീലുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ബീട്രൂട്ടിന് ചെറിയ കയ്പ്പ് വരുന്നില്ലേ? ചെറിയൊരു മധുരമുണ്ട്. ബീട്രൂട്ടിൻ്റെ മധുരവും ചെറിയ കയ്പ്പും അടിപൊളിയല്ലേ? അപ്പോൾ ഇനി വറുത്തരച്ച കോഴിക്കറി. അപ്പോൾ ഈ വറുത്തരച്ച കോഴിക്കറിയും പൊറോട്ടയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. കോഴിക്കറിൻ്റെ കൂടെ ബീഫാണ് വെച്ചാൽ അതിനേക്കാൾ ഒന്നുകൂടെ പൊളിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചട്ടപ്പട്ടയെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒരു തകർപ്പൻ ഫുഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.